ഞങ്ങളൊക്കെ കയറിയില്ല അതിനകത്ത് എല്ലാവരും ഏത് ചാനൽ
വാർദ്ധക്യകാല പെൻഷൻ ഭൂസ്വത്ത് പരിധി ഒഴിവാക്കുക. കേരള സീനിയർ സിറ്റിസൺ ഫോറം സിന്ദാബാദ്. മുന്നോട്ട് മുന്നോട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട്. അതാണ് ഐക്യം മുന്നോട്ട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം സിന്ദാബാദ്. ഞാനവിടെ ഇല്ലല്ലോ മോനെ. ചിരിക്കട്ടിട്ടോ സ്കൂളവധിയല്ലേ ഒന്ന് വൈകുന്നേരം കൂടെ. കാലത്തിന്റെ കടന്നൽ കുത്തുകൾ ഏറെ കൊണ്ട് വളർന്നവർ ഞങ്ങൾ. കാടും മേടും കാട്ടാനകളും ചവിട്ടി മെതിച്ച് നടന്നവർ ഞങ്ങൾ. വയോജന പെൻഷൻ 3000 രൂപയാക്കുക. വയോജന പെൻഷൻ 3000 രൂപയാക്കുക. പെൻഷൻ വിതരണം ഗ്രാമപഞ്ചായത്തുകൾ കൂടി നൽകുക. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് നാരായണൻ, മലപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മോഹനൻ, ഓടമ്പടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കുഞ്ഞിക്കണ്ണൻ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ പി ജി ദേവ്, അല്ലാ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീ ഈ നാട്ടിലെ മുഴുവൻ വയോജന
അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രാജപുരഹുളി ഭാഗി ചപ്പള്ളി പരീക്ഷ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നത് കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ കെ ശിവകുമാരൻ മാസ്റ്റർ, സംഘടന ജില്ലാ പ്രസിഡന്റ് ശ്രീ അബൂബക്കർ ഹാജി അധ്യക്ഷം വഹിക്കുന്നതും ബഹുമാനപ്പെട്ട പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി രാജൻ ജില്ലാ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതുമാണ്. തുടർന്ന് നടക്കുന്ന ഡയറക്ടർ പ്രഭാഷണം രാജപുരഹുളി ഭാഗി ഭരണപ്പള്ളി വിചാരിച്ച ഷാജി മുടക്കേത്തൊട്ടി നിർവഹിക്കുന്നു. നേരത്തെ ഏറ്റുവാങ്ങുന്നത് കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോർജ് വർഗീസ് നിർവഹിക്കുന്നു. പ്രസിഡന്റിനെ പരിചയപ്പെടുത്തുന്നത് ശ്രീ അബൂബക്കർ അബ്ദുള്ള, പ്രസിഡന്റ് ട്രഷറർ. തുടർന്ന് മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നു. ആദരിക്കുന്ന കേരള ഗ്രാമപഞ്ചായത്ത് മുതിർന്ന പൗരന്മാരെ പരിചയപ്പെടുത്തുന്നത് ശ്രീ അബ്ദുൽ ജോയിന്റ് സെക്രട്ടറി. ചടങ്ങ് രാഷ്ട്രപതി കാസർഗോഡ് ജില്ലയുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ എസ് നാരായണൻ, മലപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹന്, കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുഞ്ഞിക്കണ്ണൻ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ദേവ്, കള്ളാർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ എം എം സംസാരിക്കുന്നു. മഹിളാ സംഗമം ഈ സമ്മേളനത്തിൽ പതാക ഉയർത്താൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റിനെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഈ പതാക ഉയർത്തലോടുകൂടിയാണ് ഇന്നത്തെ സമ്മേളന നടപടികൾ ആരംഭിക്കുന്നത്.
മലബാർ ബീച്ച് നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമായ മലബാർ ബീച്ചാണ് നമ്മുടെ വയനാട് ജനങ്ങളോട് സഹകരിച്ചുകൊണ്ട് കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ അനിഷേധ്യ നേതാവ് ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി, ഈ ഹോളും നമ്മുടെ സമ്മേളനത്തിൻ്റെയും ഒക്കെ രക്ഷാധികാരിയായ ഫാദർ ഷാജി വടക്കേത്തൊട്ടി, നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സാരഥി, ഇതിൻ്റെ പ്രസിഡന്റ് സ്നേഹനിധിയായ പി രാജൻ, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ മുമ്പിലെ ഉപവിഷ്ടരായിട്ടുള്ള കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ കരുത്തുറ്റ അംഗങ്ങൾ, നാം 20 വർഷം ഈ സംഘടനയുമായി മുന്നോട്ട് നടക്കുകയാണ്. 1996 കൂത്തുറമ്പ് ഗ്രാമത്തിൽ കേവലം 18 പേരിരുന്ന് ആലോചിച്ച MCV ഭട്ടതിരിപ്പാട് മഹാൻ അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ രൂപം കൊണ്ട ഈ സംഘടന ഇന്ന് പടർന്ന് പന്തലിച്ച് 1,60,000 അംഗങ്ങളും 1,600 യൂണിറ്റുകളുമായി കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളുമായി സജീവമായി ഈ വയോജനക്ഷേമം മുൻനിർത്തി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കക്ഷി രാഷ്ട്രീയത്തിനും വിധേയരല്ലാതെ എല്ലാ കക്ഷികളെയും തുല്യ അകലത്തിൽ നിർത്തിക്കൊണ്ട് എല്ലാ കക്ഷികളുടെയും പരിപൂർണ സഹകരണത്തോടുകൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സർക്കാർ അംഗീകൃത സംഘടനയാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം. ിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രാർത്ഥന ഇവിടെ നടന്നു. ആ കുഞ്ഞു കുട്ടികളെയും ഞാൻ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിക്കൊണ്ട് എല്ലാ സേവന പ്രവർത്തനം നടത്തുന്ന ശ്രീ രാജൻ അവരുടെ ഈ സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തൃശ്ശമ്മ ജോസഫ്,
നമ്മുടെ സംസ്ഥാന സീനിയർ സിറ്റിസന്റെ സെക്രട്ടറി ശാന്തമ്മ ടീച്ചർ, ഇവിടെയും പ്രഗത്ഭരായ പല സീനിയർ സിറ്റിസന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ 20ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് ചേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ജില്ലകളിലും സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇവിടെ ഈ ഹാളിൽ, പാരീസ് ഹാളിൽ നടക്കുന്നത്. നമുക്കറിയാം എന്തിനാണ് സീനിയർ സിറ്റിസൺ എന്ന് ചോദിച്ചാൽ നാം ഓർമ്മിക്കപ്പെടുന്നത് നമ്മളിൽ നിന്ന് വിട്ടുപോയ MCV വട്ടതിരിപ്പാട്, ഈ സംഘടനയുടെ നായകനും ഈ സംഘടന രൂപീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനോധൈര്യവും അദ്ദേഹത്തിനുണ്ടായ ചേതോവികാരവും ഈ അവസരത്തിൽ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളിലുണ്ടാകുന്ന എല്ലാ സമ്പത്തുകളും അവരുടെ പേറ്റിൽ കൊടുത്ത് അവസാന ഘട്ടത്തിൽ വഴിയാതരങ്ങളാക്കി കാഴ്ചകൾ നമ്മൾ ദിവസം പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഴിയാധാരമാക്കി നമ്മൾ ആരുമല്ല എന്ന് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മഹാനായ MCV വട്ടതിരിപ്പാട് കെട്ടിപ്പടുത്ത ഈ സംഘടനയ്ക്ക് അപ്പോൾ ഏറെ നമുക്ക് പ്രയോജനകരമായി തീർന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് സീനിയർ സിറ്റിസൺ ആരുമല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളാണ് ഇതിൻ്റെ അവകാശികൾ എന്ന് പറയാനും ന്യായമായ അവകാശങ്ങൾ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും തിരക്കേടില്ല. നമുക്ക് LDF ഗവൺമെന്റ് ആയാലും തിരക്കേടില്ല, അല്ലെങ്കിൽ UDF ഗവൺമെന്റ് ആയിരുന്നാലും തിരക്കേടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പല പാർട്ടിക്കാരെയും നമ്മൾ കേരള സീനിയർ സിറ്റിസൺ എത്തിയാൽ ഞങ്ങൾക്ക് മതത്തിനതീതമായി രാഷ്ട്രീയത്തിനതീതമായ ഒരു കൂട്ടായ്മയാണിത്. ഒരു കൂട്ടായ്മ. ഇവിടെ സ്നേഹം പങ്കിടുകയും പരസ്പരം യോജിച്ചുകൊണ്ട് പരസ്പരം സന്തോഷം പ്രകടിപ്പിക്കുകയും നമ്മുടെ വയസ്സാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണാനുള്ള ഒരു വേദി കൂടിയാണ് കേരള സീനിയർ സിറ്റിസൺ. കേരള ബഹുമാന്യനുമായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അവരുടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഒരു കൂടിച്ചേരലാണ് ഇന്നിവിടെ രാവിലെ വേദമാളത്തോടുകൂടി ആരംഭിച്ച നമ്മുടെ പ്രകടനവും അതോടൊപ്പം തന്നെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു സമ്മേളനവുമാണ് ഇന്നിവിടെ കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചത്. തീർച്ചയായും ഈ അസുലഭ മുഹൂർത്തത്തിൽ പങ്കാളികളാവാനും നിങ്ങളോടൊപ്പം അല്പനേരം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം ആനന്ദത്തിൻ്റെ നിർവൃതി അനുഭവിക്കുകയാണ്. നമ്മുടെ മുതിർന്ന പൗരന്മാർ കേരളത്തിൽ നമ്മൾ അഖില ലോക തലത്തിൽ തന്നെ മുതിർന്ന പൗരന്മാർ ഇത്തരം സംഘടനയുടെ പിൻബലത്തിൽ എല്ലാ രാജ്യങ്ങളിലും സംഘടനയും അവരുടെ ജീവിത അവസാന കാലത്ത് അവർക്ക് ലഭിക്കേണ്ട സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംഘടന നമ്മുടെ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്തും അതിൽ നേരിട്ട് അപ്ലിക്കേഷൻ ചെയ്തെങ്കിൽ പോലും എല്ലാ മേഖലകളിലും നമ്മുടെ സീനിയർ സിറ്റിസൺസ് സംഘടിക്കുവാനും
അവരുടെ കാലാകാലങ്ങളിലുള്ള ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടുവാനും അതിനാവശ്യമായ കാര്യങ്ങൾ ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകളിൽ നിന്ന് നേടിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ സംഘടന ഓരോ വർഷവും ഓരോ മാസവും ഈ മുതിർന്ന പൗരന്മാരായി ഒരു കണക്ക് പ്രകാരം 10 മില്യൺ ജനങ്ങളാണ് സീനിയർ സിറ്റിസൺ എന്ന വിഭാഗത്തിലേക്ക് കടന്നു വരുന്നത്. ഓരോ മാസവും ഇന്ത്യയിലായാലും നമ്മുടെ സംസ്ഥാനത്തിലായാലും ഇന്ത്യയിലാകെ ആ ഒരു കണക്ക് പറയുന്നത് നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ 9.5%, 7% സീനിയർ സിറ്റിസണാണ് ഇന്ത്യയിലെ. ഒരു ഗണ്യമായ വിഭാഗമാണ് നമ്മുടെ ഈ പ്രായപരിധി കവിഞ്ഞ് വരുന്നത്. കേരളത്തിലാകട്ടെ അത് 7% നിൽക്കുകയാണ്. കാരണം ആരോഗ്യരംഗത്ത് നമ്മുടെ കേരളം കുറേയേറെ മുമ്പിലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് വ്യക്തമാവുകയാണ്. പക്ഷേ ഈ ശതമാനം ഇന്ന് വികസിത രാജ്യങ്ങളിലെ ശതമാനത്തിനൊപ്പമാണ്. കേരളത്തിലെ സീനിയർ സിറ്റിസണുകളുടെ ശതമാനം നമ്മുടെ ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ സീനിയർ സിറ്റിസണുകളുടെ ശതമാനത്തിനൊപ്പമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ആരോഗ്യരംഗത്ത് കേരളം തീർച്ചയായും വളരെ മുമ്പ് ആണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വികസിത രാജ്യങ്ങളിൽ കുട്ടിമാരിക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും ഞങ്ങളൊക്കെ നമ്മളെ നല്ല കാലത്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കൊള്ളാം. ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി പ്രാപ്തരായിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമൂഹത്തിലെ ഏറ്റവും പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് ഈ സീനിയർ സിറ്റിസൺ എന്ന പേരിൽ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആളുകൾ. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് എല്ലാ തരത്തിലും സഹായിക്കാൻ വേണ്ടി കഴിയണം. അതോടൊപ്പം തന്നെ നമ്മൾ നേരിടുന്ന അവഗണനകൾ ബന്ധപ്പെട്ട തലത്തിലൊക്കെ പ്രകടിപ്പിക്കുവാൻ നമ്മുടെ കുടുംബത്തിലടക്കം, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അവഗണന നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ അവഗണന നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ നമ്മൾ അവഗണന നേരിടുന്നുണ്ടോ, തീർച്ചയായും അതൊക്കെ പഠിച്ചുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനും ബന്ധപ്പെട്ട തലങ്ങളിലൊക്കെ ഈ കാര്യം ശക്തി കേരളത്തിലെ പ്രിയപ്പെട്ട ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും വളരെ ഫലപ്രദമായി കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ആരംഭിച്ച ചെറിയൊരു പ്രസ്ഥാനം ഇന്നിവിടെ 1600 മുകളിലെ യൂണിറ്റുകളും 1,60,000-ലധികം അംഗസംഖ്യയുമുള്ള ഒരു വലിയ മഹാപ്രസ്ഥാനമായി ഈ പ്രസ്ഥാനം മാറി എന്നുള്ളത് തീർച്ചയായും അതിൻ്റെ സംഘടനാപരമായ കഴിവിൻ്റെയും നമ്മുടെ സമൂഹം ഈ പ്രസ്ഥാനത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനും ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അവഗണിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അവഗണന തരാൻ പാടില്ല. നമ്മുടെ ജീവിക്കുന്ന സമൂഹത്തിൽ തീർച്ചയായും ആ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് പോരാടാൻ വേണ്ടി കഴിയണം. അതോടൊപ്പം തന്നെ ബൃഹത്തായ കടമകളും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് ഏറ്റവും വലിയ കാര്യം നമ്മുടെ പുറകിൽ ഒരു വലിയ യുവാക്കളുടെ ഒരു നിരകൾ ഇവിടെ കടന്നു വരുന്നത്. അവർ ശരിയായ മാർഗദർശനം കഴിയാൻ നമുക്ക് കഴിയണം. അത് നേരിടാൻ വേണ്ടി നമുക്ക് കഴിയണം. അതിന് നമ്മുടെ സംഘടനാ സംവിധാനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. സീനിയർ സിറ്റിസൺസിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി കഴിയണം. ബന്ധപ്പെട്ട
ഗവൺമെന്റിന്റെ കാര്യത്തിൽ ശ്വാസ സംഘം ജില്ലാ പ്രസിഡന്റ് സൂചിച്ച പോലെ തീരുമാനിച്ചൊരു വയോജന നയമുണ്ട്. ആ വയോജന നയത്തിൽ കാലാകാലങ്ങളിൽ പരിഷ്കാരം വേണമെന്ന് നമുക്ക് നിർദ്ദേശിക്കണം. ഗവൺമെന്റ് മുമ്പിൽ അത് നിർദ്ദേശിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അതൊക്കെ നമ്മുടെ സംഘടനാ സ്വാതന്ത്ര്യത്തിന്റെ സംഘടനാ വേലയുടെ ബലത്തിൽ തീർച്ചയായും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം എന്നുള്ളത് ഈ സംഘടനയുടെ ഒരു വലിയ മഹത്തായ കാര്യമായി ഞാൻ കാണുകയാണ്. അതോടൊപ്പമായി സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റുകളുടെ ശാസനത്തിലൂടെ സൂചിപ്പിച്ചു. ഗവൺമെന്റ് വലിയൊരു പദ്ധതി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നവകേരള മിഷൻ എന്ന നിലയിൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ വലിയ രീതിയിൽ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശം നൽകാനുള്ള ഏറ്റവും കഴിവുറ്റ ഒരു വേദിയാണ് നമ്മുടെ ഈ സീനിയർ സിറ്റിസന്റെ സംഘടനയും അതിന്റെ വേദികളും. ആ വേദികൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയണം. ത്രിതല പഞ്ചായത്തുകളുടെ ലക്ഷദ്വീപിലെ 5% തുക ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ അതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ പഞ്ചായത്തിന് കൊടുക്കാൻ വേണ്ടി കഴിയണം. നമ്മുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1-2 കാര്യങ്ങളിലൊക്കെ ഇവിടെ ശ്വാസത്തിൽ സൂചിപ്പിച്ചു. ഫലപ്രദമായി നമുക്ക് പ്രവർത്തിക്കാൻ പക്ഷേ വേദി ഇത്തരം വേദികളിലാണ്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിൽ തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് 1.4 കോടി രൂപയിൽ ഇപ്പോൾ ആയുർവേദ ആശുപത്രികളെ വാർഡ് വാർഡ് ചെയ്യാനുള്ള പദ്ധതിയാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതി വെച്ചിട്ടുള്ളത്. ത്രിതല പഞ്ചായത്തുകൾ പലപ്പോഴും പോയ വഴിയെ ഒരേ രീതിയിലുള്ള പദ്ധതികളാണ് പലപ്പോഴും നമ്മുടെ വയോജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതിയാക്കി മാറ്റണമെങ്കിൽ തീർച്ചയായും ആ പദ്ധതി രൂപീകരണ ഘട്ടത്തിൽ ശക്തമായിട്ട് ഇടപെടലുകൾ നമ്മുടെ സീനിയർ സിറ്റിസന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ആരംഭിക്കുന്ന ഘട്ടമാണ്. 12-ാം തീയതി മാർച്ചോടുകൂടി അവസാനിക്കുകയാണ്. അടുത്ത 5 വർഷത്തെ പദ്ധതികൾ എന്തൊക്കെയാവണം എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വളരെ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. 2030 നമ്മുടെ സംസ്ഥാനം എങ്ങനെ ഉണ്ടാവണം? അപ്പൊ ആ 2030 നമ്മുടെ കേരള സംസ്ഥാനം പദ്ധതികളായി മാറ്റുവാനും ഉള്ള ഒരു അവസരമാണ് ഇപ്പൊ നമ്മൾ കൈവന്നിരിക്കുന്നത്. തീർച്ചയായും ഈ പദ്ധതി അടുത്ത പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന ഈ സമ്മേളനം പദ്ധതിയിൽ എന്തൊക്കെ ഉണ്ടാവണമെന്ന് സജീവമായ ചർച്ചയോടുകൂടി ഈ വേദി നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും ജില്ലകളിലും ഒക്കെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്നെ അഭിവാദ്യം. ഇത്രയും പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരുമിച്ച് ഈ ഹാളിൽ ഇരിക്കുമ്പോൾ ഈ ഹാൾ പോലും അനുഗ്രഹിക്കപ്പെടുകയാണ്. എനിക്കേറെ അഭിമാനം തോന്നി. സണ്ണിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കുകയായിരുന്നു. സീനിയർ സിറ്റിസനെ പറ്റി നല്ല രീതിയിൽ എഴുതി. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കിയ മക്കളെ അഭിനന്ദിക്കുന്ന ഫോട്ടോയും 3-4 പേരുടെ ഫോട്ടോയും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ലോകം മുഴുവൻ കുറ്റം പറയുന്ന ഒരു കാര്യമാണ്. പ്രായം ചെന്ന മാതാപിതാക്കളെ ആർക്കും വേണ്ട. എല്ലാവരെയും ഒരിക്കലും അങ്ങനെ നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന പല അപ്പച്ചന്മാർക്കും പറയാൻ സാധിക്കും, ഞങ്ങളുടെ മരുമക്കളും ഞങ്ങളുടെ മക്കളും അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഡൊമിനിക് വളമനലച്ചന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം പറയും, ഒരു കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് കത്തോലിക്കർക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡൊമിനിക് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്.
ഒരു കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന സംഭവമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീർ വീണ കുടുംബങ്ങളെന്ന്. അത് 100% സത്യം തന്നെയാണ്. അല്ലെങ്കിൽ ചരിത്രം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും കുടുംബത്തിൽ ഒരു അപ്പന്റെയോ അമ്മയുടെ കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ അടിത്തറ ഇളകുമെന്ന് പറഞ്ഞാൽ അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും കൊച്ചുമക്കൾക്ക് പോലും ദൈവാനുഭവമില്ലാതെ പോവുകയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളെ നിങ്ങൾ അനുഗ്രഹിക്കണം. വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്ന തമിഴിൽ ആണ് പറയുന്നത്. ഒരപ്പനെയും കൂട്ടിക്കൊണ്ട് ഒരു മകൻ വൃദ്ധസദനത്തിൽ ചെല്ലുക. അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങളെ പറ്റി അവർ പറയുമ്പോൾ AC റൂം വേണമെന്ന് ചോദിക്കുമ്പോൾ വേണം, മുറിയിൽ TV വേണമെന്ന് ചോദിക്കുമ്പോൾ വേണം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടുകൂടി അപ്പനെ അവിടെ കൊണ്ട് ആക്കിയിട്ട് പോരുകയാണ്. പക്ഷേ ഈ മരുമകൾക്ക് ഈ അപ്പനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പല കുടുംബങ്ങളിലും ഈ പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട് നമുക്കറിയാം. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ മലയോരം ഇങ്ങനെ വികസിച്ചതെന്നും ഞങ്ങൾക്കൊക്കെ ബോധ്യമില്ല. ഏതെങ്കിലും കുടുംബങ്ങള് ലക്ഷക്കണക്കിന് പൈസ മുടക്കി ഭവനങ്ങൾ പണിതുയർത്തുന്നുണ്ടെങ്കിൽ ഈ കുടിയേറ്റ മക്കളില് ഈ പ്രദേശത്തുള്ള മാതാപിതാക്കളുടെ കഠിനാധ്വാനം അവരെ പഠിപ്പിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും വിദേശ രാജ്യങ്ങളിൽ വിടുകയും ചെയ്തതിന്റെ പരിണത ഫലമാണ്. ഇങ്ങനെ ഒരു സുദിനം ഇവിടെ ഒരുക്കിയതിൽ ഞാൻ ഇതിന്റെ ഭാരവാഹികളെ ഏറെ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഏറ്റവും സ്വാഗതമായിട്ടാണ് കമ്മിറ്റിക്കാർ ഏറ്റെടുത്തത്. അച്ഛാ, ഒരു കുഴപ്പമില്ല, അവർക്ക് നമുക്ക് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും, ഇത്രയും പ്രായം ചെന്ന മാതാപിതാക്കൾ ഈ ഹോളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഹോളിൽ അനുഗ്രഹീതമാണ്. കാരണം നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഞങ്ങളിലേക്ക് ഉയരുമ്പോൾ, നിങ്ങളുടെ പാദസ്പർശം ഏൽക്കുമ്പോൾ ഈ മണ്ണ് അനുഗ്രഹീതമാക്കി. തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുമക്കളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ അനുഗ്രഹിക്കണം. അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും മകനോ മകളോ കൊച്ചുമക്കളോ, ഞാൻ ഇന്ന് സണ്ണിയുടെ പേപ്പറിൽ വായിച്ചപ്പോൾ തീർച്ചയായിട്ടും സത്യം തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ഒരു കാലഘട്ടങ്ങളിൽ ഒരു മുത്തച്ഛനായിരുന്നു അല്ലെങ്കിൽ വല്യമ്മച്ചിയായിരുന്നു നമ്മുടെ 500 സിനിമയൊക്കെ നമ്മൾ കണ്ട. ഇന്ന് 500 എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ ചെന്നാൽ 5ലും 6ലും പഠിക്കുന്ന കൊച്ചുമക്കളാ തീരുമാനങ്ങൾ എടുക്കുക. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അവസാന വാക്ക് ഒരു അപ്പന്റെയും അമ്മയുടെ വല്യപ്പച്ചന്റെയും വല്യമ്മച്ചിയുടെയും ആയിരുന്ന ഭവനങ്ങളിൽ ഇന്ന് കൊച്ചുമക്കള് പേരക്കിടാങ്ങള് കുടുംബങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണ്. ഇന്ന് ഇന്ന ഭക്ഷണം ഉണ്ടാക്കണം, ഇന്ന ദിവസം സിനിമയ്ക്ക് പോകണം, ഇന്ന ദിവസം പിക്നിക്കിന് പോകണം, തീരുമാനിക്കുന്നത് പേരക്കിടാങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തുല്യബന്ധ വയ്ക്കാൻ മനസ്സ് കാണിച്ച ഇതിന്റെ ഭാരവാഹികളെ ഏറെ അഭിനന്ദിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ദിവസത്തിൽ എല്ലാവിധ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 1996 രൂപീകൃതമായത് മുതൽ ഇന്നുവരെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന വസ്തുത നിങ്ങളെവരും മനസ്സിലാക്കിയതാണ്. സമൂഹത്തിൽ മാന്യതയും പരിഗണനയും ഉണ്ടാക്കാൻ സാധിക്കുകയും സർക്കാരിൻ്റെതടക്കമുള്ള ഒരുപാട് പരിപാടികളിലും വയോജന ക്ഷേമ ചർച്ചകൾ അത് വിഷയമാക്കാനും അതുപോലെ തന്നെ വയോജനങ്ങളെ ആദരിക്കാനും പൊതുജനങ്ങളും അതുപോലെ തന്നെ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്നത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. സ്വഭാവത്തിൻ്റെ സവിശേഷമായ ഗുണങ്ങളുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു.
ദാമോദരൻ നായരെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസ്യാമ്മ ആദരവായിട്ട് ആദരിക്കുക. രണ്ടാമത്തെ വ്യക്തി ബഹുമാനപ്പെട്ട തോമസ് പേഴുംകാട്ടിൽ 88 വയസ്സ്. അദ്ദേഹം ആദ്യത്തെ കുടിയേറ്റ കർഷകനാണ്. രാജപുരത്താണ് താമസം. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായി ജോർജ് വാണിയം പുരയിടത്തിലുണ്ട്. നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്, കർഷകനാണ്. അടുത്തതായി ഏലിക്കുട്ടി മത്തായി, കൊല്ലംപാറയിൽ താമസം, 80 വയസ്സ്, മാരക്കല്ല്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് KM ജോർജ്, കഴുന്താലാംകുഴി, 67 വയസ്സാണ്. അദ്ദേഹം വളരെയേറെ തൻ്റെ കാർഷിക രംഗത്ത് വളരെയേറെ പ്രാവീണ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ്. മികച്ച ജൈവ കർഷകനുള്ള ജില്ലാതല അവാർഡ് അദ്ദേഹം നേടുകയുണ്ടായി. അതുപോലെ തന്നെ മലയാള മനോരമ കർഷകശ്രീ കാർഷിക മേളയിൽ ജില്ലയിലെ മികച്ച കർഷകനായി ആദരിച്ചു. പരപ്പ ബ്ലോക്കിൽ 2016 കർഷകശ്രീ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ 2014-15 കള്ളാർ പഞ്ചായത്തിലെ മികച്ച കർഷകനായി അദ്ദേഹം ആദരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുകയും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മത്സ്യകൃഷി അതുപോലെ തന്നെ മറ്റ് കൃഷികളൊക്കെ വളരെ ശ്രേഷ്ഠമാണ്, ചെന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ മലയോര പ്രദേശം മാത്രമല്ല, സംസ്ഥാനം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യനെയാണ്, ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമ ജോസഫ് കനകമട്ട. അദ്ദേഹത്തെ ആ പേര് കേൾക്കാത്ത ആളുകൾ ഈ നാട്ടിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. മലയോരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം 1967 മലയോര വികസന സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെയും മലയോര പ്രദേശങ്ങളുടെ വികസനത്തിന് വേണ്ടി ദാഹിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ചന്ദ്രബാബു കമ്മീഷന്റെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ ജോസഫ് കനകമട്ടയായിരുന്നു. അതുപോലെ തന്നെ മലയോര ഹൈവേ, ഹിൽ ഹൈവേ, പുതിയ NH ഹൈവേ, കാഞ്ഞങ്ങാട് കണിയൂർ റെയിൽപാത ഒരുപാട് അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. തൻ്റെ അപേക്ഷകളുടെ കോപ്പികൾ അദ്ദേഹം തൻ്റെ ബാഗുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയുകയും അത് കാണിച്ചുകയും ചെയ്തു. അദ്ദേഹം ഈ അപേക്ഷകളോട് ഒക്കെ അത് സഫലീകരിക്കപ്പെടാതെ അങ്ങനെ തന്നെ ബാക്കിയാവുകയാണെങ്കിൽ അത് തന്നോടൊപ്പം തൻ്റെ അടുത്ത് തന്നെയുള്ള ശവക്കല്ലറയിൽ മറവ് ചെയ്യണം എന്നാഗ്രഹിച്ചുകൊണ്ട് 2 ശവക്കല്ലറകൾ അദ്ദേഹം മാലക്കല്ല് ലൂർദ് മാത പള്ളി സെമിത്തേരിയിൽ 2 കല്ലറകൾ അദ്ദേഹം ബുക്ക് ചെയ്തിരിക്കുന്നു. ആ വലിയ മനുഷ്യന്റെ മഹത്വം അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ. ഈ രാജ്യത്തോട്, ഈ നാട്ടിനോട്, തൻ്റെ പ്രദേശത്തോട്, തൻ്റെ ആൾക്കാരോട്, അതുപോലെ തന്നെ ഈ മലയോരത്തോട് അദ്ദേഹം കാണിക്കുന്ന ആ അതീവമായ താല്പര്യം അദ്ദേഹത്തെ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ആ കല്ലറ അദ്ദേഹം ബുക്ക് ചെയ്തിരിക്കുന്ന കല്ലറയിൽ തങ്ങളുടെ സ്വപ്നങ്ങളെ അടക്കം ചെയ്യാൻ ഇടവരുത്തല്ലേ എന്ന് ഈ മലയോരത്തോടൊപ്പം ഈ വയോജനങ്ങളുടെ മഹാസംഗമവും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങേറ്റം ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ആ മഹൽ വ്യക്തിയെ ആദരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാം സമ്മതത്തോടു കൂടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ബലം സൃഷ്ടിക്കാൻ ഈ പരിപാടിക്ക് ട്രസ്റ്റ് അത് 7/9/2016 രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ മെമ്പർഷിപ്പ് പ്രവർത്തനമാണ് ആദ്യമായി നടക്കേണ്ടത്.
ഈ സമ്മേളനത്തിൽ വെച്ച് അത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കൊണ്ട് നിർവഹിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയാതെ പോയി. ഏതായാലും ആ ചടങ്ങ് നിർവഹിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നിട്ടുള്ള സ്ഥാപനാംഗത്വത്തിന് വേണ്ടി അപേക്ഷ തന്നിട്ടുള്ള 2 യൂണിറ്റുകളാണ് ഉള്ളത്. അദ്ദേഹത്തെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കലക്ടർ വരുന്നുണ്ട്, മന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ആൾക്കാർ പോലും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പിന്നെ ആകെ വിഷമിക്കുകയാണ്. പിന്നെ കുറേ കുടുംബശ്രീക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങൾ കൊണ്ടിരുത്തും. മന്ത്രി വരുന്നതല്ലേ, കലക്ടർ വരുന്നതല്ലേ എന്ന് പറഞ്ഞു. ഇന്ന് ഈ സമ്പുഷ്ടമായ ഈ ഹാള് കാണുമ്പോൾ ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. ഇത്രയും ജനങ്ങളെ ഒന്നിച്ചു കൂടാനുള്ള നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുകയാണ്. ഈ സന്തോഷം ഞങ്ങൾ നിങ്ങളോടൊത്ത് ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാകും. അതിൽ ആത്മാർത്ഥമായി നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. ഈ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്തിട്ടുള്ള വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പി രാജൻ അവറുകൾ ഔപചാരികമായി നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ വൈകിയ വേളയിൽ വിശദമായ ഒരു പ്രസംഗത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. എങ്കിൽ പോലും 1-2 കാര്യങ്ങൾ, അതിന് പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള സീനിയർ സിറ്റിസൺ ഫോറം എന്ന നമ്മുടെ ഈ സംഘടന അത് ഉയർത്തുന്ന സന്ദേശം കാലപ്പഴക്കമില്ലാത്ത ഒരു സന്ദേശമാണ്. ഒരിക്കലും അതിന് പ്രായമാകുന്നില്ല. ആ സന്ദേശം ഒരിക്കലും പ്രായമാവുകയോ പഴയതാവുകയോ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉൽപ്പത്തി ഏതാണ്ട് 5500 വർഷങ്ങൾക്ക് മുൻപാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. 5500 വർഷങ്ങൾക്ക് പുറകിൽ മനുഷ്യന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. അന്ന് മുതൽ ഇന്നോളം, ഇനി നാളെയും മറ്റന്നാളും എന്നും പ്രസക്തമായി നിൽക്കുന്ന ഒരു സന്ദേശമാണ് സീനിയർ സിറ്റിസൺ ഫോറം ഉയർത്തുന്ന സന്ദേശം. അവർക്ക് വേണ്ടി കരുതുകയും അവരുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യണം. അത് മക്കളുടെയും ബന്ധുക്കളുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് വിസ്മരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ഉയർത്തുന്ന സന്ദേശം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് എൻ്റെ അനുബന്ധമായി വരുന്ന വിഷയങ്ങൾ മാത്രമാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നും അവർക്ക് വേണ്ടി കരുതണമെന്നും പറയുമ്പോൾ അത് ഇന്നും ഇന്നലെയും നാളെയും ഒരുപോലെ പച്ചപിടിച്ചു നിൽക്കുന്ന ആയിരിക്കണം. സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും എന്നെ ഇവിടെ വിളിച്ചത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നമ്പർ എന്നുള്ളതുകൊണ്ടാണ്. അവിടെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും ഇതിലെ ഒരു നമ്പർ എന്നുള്ള നിലയ്ക്കും നിങ്ങൾ ഓരോരുത്തരെയും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ ദീർഘമായി ഒന്നും പ്രസംഗിക്കുന്നില്ല, കാരണം നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ പ്രസംഗിക്കാനൊന്നും തോന്നുന്നു. നമ്മളൊക്കെ 60 വയസ്സ് കഴിഞ്ഞവർ, 60 വയസ്സ് കഴിയുമ്പോൾ ചെറിയ രോഗമൊക്കെ വരും. ഒന്നുകിൽ ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാവും. ഭക്ഷണം ഒരു പ്രധാന കാര്യമാണ്. കൃത്യമായി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ മറ്റ് ദീർഘമായ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറയാമെന്ന് വെച്ചാൽ എനിക്കറിയാം കസേരയോട് നമ്മൾ പ്രസംഗിക്കേണ്ടി വരും. അതുകൊണ്ട് മറ്റേ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അധ്യക്ഷനോട് ചോദിച്ചു, നമ്മുടെ ഈ സംഘടന എത്ര വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് ജില്ലയിൽ 20 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കക്ഷി രാഷ്ട്രീയമില്ലാത്ത ഒരു സംഘടനയാണ്. കഴിഞ്ഞ 20 വർഷം ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒഴാമറിച്ചിലുകൾ
കിട്ടുന്ന കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ഇതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കഴിഞ്ഞ 20 കൊല്ലം ഇത് കൊണ്ടു നടന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഇവിടെ കൈയടിക്കേണ്ട കാരണം വെച്ചാൽ ഊണ് കഴിക്കാറായതുകൊണ്ടാണ്, ക്ഷീണമുണ്ടാവും. ഇവിടെ നമ്മളിപ്പോൾ ഈ 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നേരിടാൻ നമ്മൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് കേരളത്തിലെയും ഇന്ത്യയിലും ഒക്കെ ശതമാനമൊക്കെ പറഞ്ഞു. ഇപ്പോൾ കാലമില്ലാത്ത കാലം പോലെ ഇഷ്ടം പോലെ ഡോക്ടറും മരുന്നും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മരിക്കുന്നില്ല. ഇപ്പം ശരാശരി നമ്മുടെ ജീവിതകാലം എന്ന് പറയുന്നത് 70 എന്ന് പറയുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പഴയ പോലെ മരിക്കുന്നില്ല, നമുക്ക് ഒരുപാട് കാലം ജീവിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഞാനൊരു അഭിപ്രായം പറയുന്നതാണ്, കാലത്താണ് നിങ്ങൾ തെറ്റാതെ ശ്രമിക്കണം. ഇവിടെ ഇപ്പോൾ ഈ വയോജന സംഘടന നമ്മുടെ മാത്രമല്ല, വേറെ പേരിലാണെങ്കിലും സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റിയാൽ പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞ് വേറൊന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവർ സർക്കാർ പെൻഷൻ മേടിക്കുന്നു, നമ്മളും സർക്കാരിൻ്റെ പെൻഷനാണ് മേടിക്കുന്നത്, ഒന്നിച്ചുകൂടെ. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്നാണ്. ഇവിടുത്തെ അവഗണനകളൊക്കെ പറഞ്ഞില്ല, വീട്ടിൽ അതുപോലെ ചില പൊതു രാഷ്ട്രീയ രംഗത്ത് തന്നെ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞാൽ വേണ്ടതെന്നാണ് പൊതുവെ ഒരു ധാരണ. രാജ്യത്തിൻ്റെ പാർട്ടി തന്നെ ഇല്ലാന്ന് തോന്നി. പൊതുവായി ഇപ്പോൾ അങ്ങനെയാണ്. നമ്മൾ 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ജീവിതമായതുകൊണ്ട് വേണ്ട എന്നൊരു സമീപനം. ഞാൻ പറയുന്നത് സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റിക്കഴിഞ്ഞാലും പെൻഷനേഴ്സ് ആണെങ്കിലും പ്രശ്നം നമ്മുടേത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും കൂടി, പെൻഷൻകാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ പറഞ്ഞ ശതമാനമൊക്കെ കൂടും. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ഈ പെൻഷൻ പറ്റി 60 വയസ്സ് കഴിഞ്ഞവരുടെ പൊതു പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കുറച്ചുകൂടി സംഘടിത ശക്തി നമുക്ക് കാണിക്കാൻ പറ്റും. 1, 2 ഓടിക്കാനും ഒക്കെ കഴിയുന്ന വലിയ ഒരു ശക്തിയായി നമ്മൾ മാറാൻ കഴിയും. എന്തുകൊണ്ടാണത് പറ്റുന്നത്? ഉണ്ട്. ഇപ്പോൾ നമ്മൾ പിരിയാൻ പോവാണ്, വിശക്കുന്നുണ്ട്. എന്നാൽ ഞാൻ കഥ പറയട്ടെ. പണ്ടൊരു എംബ്രാസിനും കാര്യസ്ഥനും കൂടെ ഒരു പരിപാടി, പോകുന്ന വഴിക്ക് ഒരു നദിയുണ്ട്, വള്ളത്തിലാണ്. വള്ളം മുങ്ങി. എംബ്രാസിനും കാര്യസ്ഥനും മുങ്ങിയ വെള്ളത്തിൽ കിടന്ന് രക്ഷപ്പെടാൻ കയ്യും കാര്യം കഴിക്കുക, യാതൊരു നിവൃത്തിയില്ല. അപ്പൊ നമ്പൂരി നോക്കുമ്പോൾ നമ്പൂരിയൊക്കെ താഴ്ന്നവനാ ഈ കാര്യസ്ഥൻ. അപ്പൊ അവൻ നമ്പൂരി കാര്യസ്ഥനോട് തൊടാടാ, ഞാൻ കുടിക്കുന്നവള്ള അന്ന് കുടിക്ക, ചവിട്ടി കലക്കി കുടിക്കണം എന്ന് പറഞ്ഞ് അവൻ എന്ന് പറഞ്ഞ് ചാകാൻ പോവുക. അപ്പൊ ഇതിന്റെ അകത്തെ ഒരു അപ്രമാദിത്വവും താഴ്ന്നതും കാണേണ്ട കാര്യമുണ്ടോ? ഇതിന്റെ നേതാക്കന്മാർ തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗം പെൻഷൻകാരെയും ഒരുമിച്ച് നിർത്തി നമ്മുടെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് കുറച്ചുകൂടി ശക്തി പകരാൻ ദേവേട്ടൻ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കൊക്കെ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള രോഗികൾ ഇവിടെയുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതവർക്ക് ശരീരത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഈ വാർഡ്, ഞാൻ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കേരള സീനിയർ സിറ്റിസന്റെ ജില്ലാ സമ്മേളനം ഇവിടെ വെച്ച് നടന്നപ്പോൾ ഇന്നലെ മുതൽ ഇതിൻ്റെ പ്രവർത്തനത്തിനായി എനിക്കും നിങ്ങളുടെ ഒപ്പം സഹകരിക്കുവാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്. ഈ യോഗത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. 1-2 വാക്കുകൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സ്വാഗത പ്രാസംഗികനും സംഘടനയുടെ നേതാക്കളും സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പ്രത്യേക പല ഗ്രാമപഞ്ചായത്തുകളും അവഗണിക്കുന്നുണ്ട്, പദ്ധതികളിൽ അവർക്ക് വിഹിതം വെക്കുന്നില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയുണ്ടായി. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കണ്ണാൻ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും മുൻ വർഷങ്ങളിൽ വൃദ്ധർക്ക് വേണ്ടി പ്രത്യേകം വൃദ്ധർ വികലാംഗരായിരുന്നുവെങ്കിൽ ഈ വർഷം തൊട്ട് വൃദ്ധർ പാലിയേറ്റീവ് വേണ്ടി 5% മാറ്റിവെക്കണം എന്ന് ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുണ്ട്. തീർച്ചയായും മുൻ വർഷങ്ങളിലും അതുപോലെ തന്നെ ഈ വർഷങ്ങളിലും കണ്ണാൻ ഗ്രാമപഞ്ചായത്ത് ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പിൽ അവരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക ഗ്രാമസഭകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നേരുന്നു. നമ്മുടെ ഈ മനുഷ്യനായാല് പ്രായമായാല് മനുഷ്യനൊന്നും പറ്റിയല്ല എന്നൊരു വിചാരമുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ പെൻഷനായി കഴിഞ്ഞിട്ടാണ് പലതും പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതായത് പ്രായം കുറഞ്ഞ വൃദ്ധന്മാർ
അവർക്ക് കൂടുതലധികം അനുഭവജ്ഞാനങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഈ സംഘടനയിലേക്ക് വരണം. അവിടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഫോറത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അബൂബക്കർ ഹാജി അവരുടെ വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ 20ാമത്തെ ജില്ലാ സമ്മേളനം ഇവിടെ മലയോര മേഖലയിൽ കള്ളാർ പഞ്ചായത്തിൽ രാജഭവനിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ഏറെ ആശങ്കയോടുകൂടിയായിരുന്നു ഞങ്ങളിതിനെ കണ്ടത്. പക്ഷേ ഇതിന്റെ സ്വാഗത സംഘം കമ്മിറ്റി വിളിച്ച മുതൽ എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ സമ്മേളനത്തെ വളരെ സൗഹാർദ്ദപരമായി ഇത് വിജയിപ്പിക്കാമെന്ന് ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ രാപകലില്ലാതെ എല്ലാ കമ്മിറ്റികളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇതിന്റെ പരിശ്രമത്തെ കുറിക്കുമ്പോൾ ഏറെ സന്തോഷിക്കുകയാണ് ഞാൻ. സത്യത്തിൽ ഈ മേഖലയിലെ ഇവിടെ വെച്ച് നടത്തുമ്പോൾ വളരെയേറെ ആശങ്കകൾ നമുക്കുണ്ടായിരുന്നു. കാരണം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പറഞ്ഞ ആളുകൾക്ക് ഏതാണ്ട് 1000-ലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ഏതാണ്ട് 1000-ലധികം ആളുകൾക്ക് ഇവിടെ ഒത്തുകൂടാനുള്ളതായ ഒരു ഹാള് ഏറ്റവും മുൻപേ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട വികാരിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുക്ക് ചെയ്തിരുന്നു. അത് മാത്രമല്ല, ഈ സമ്മേളന ഹാൾ പൂർണ്ണമായോ ഈ പാരീഷ് ഹാളിന്റെ കമ്മിറ്റി കൂടിക്കൊണ്ട് ഇത് ഫ്രീ ആയി തരുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് വയോജനങ്ങളായ ആളുകൾക്ക് ഇത് വിട്ടു നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷാജി അച്ഛന്റെ നേതൃത്വത്തിൽ വളരെ ധീരമായ തീരുമാനമെടുക്കുകയുണ്ടായി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അന്ന് തൊട്ട് ഇന്ന് പോലെ എല്ലാ കമ്മിറ്റികളും വളരെ നല്ല രീതിയിൽ പ്രവർത്തന ഭാഗമായിട്ടാണ് ഇന്ന് ഈ സമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം, സമ്മേളനത്തിന്റെ ആദ്യ നടപടികൾ എന്ന നിലയിൽ ഈ ഉദ്ഘാടന ചടങ്ങിന്റെ സമാപന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ കടമയൊന്നും ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മള് എത്ര പ്രായമായാലും നമ്മുടെ മനസ്സിൽ പ്രായമായില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെപ്പോഴും കർമ്മനിരതരായിരിക്കണം. ഒരിക്കലും നമ്മൾ അകലപ്പെടുകയോ ആശങ്കപ്പെടുകയോ ചെയ്യരുത്. മരണം വരെ നിങ്ങൾ യുവാക്കളെ പോലെ നിങ്ങൾ പെരുമാറണം എന്നൊറ്റ അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും വിശിഷ്ടാദികളൊക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു കാര്യമുള്ള, നേരത്തെ ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദേവ് ഒരു കാര്യം പറഞ്ഞു. സർവീസ് പെൻഷനുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള ആളുകൾ, നമ്മുടെ അല്ലാത്ത മുതിർന്നവന്മാരെ ആളുകൾ എല്ലാവരും ഒത്തുചേരുന്നതായ സമയമാണത്. എല്ലാം മറന്നുകൊണ്ട് കക്ഷിരാഷ്ട്രീയം മറന്നുകൊണ്ട്, അതുപോലെ വിവിധ മതങ്ങളൊന്നുമല്ല എന്നുള്ള എല്ലാം ആ വിശ്വാസത്തോടെ ഒത്തൊരുമയോടെ പോവുകയാണെങ്കിൽ ഗവൺമെന്റ് നമ്മുടെ മുമ്പിൽ മുട്ടുമടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ടുകൊണ്ട് ഈ സംഘടനയെ ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആദ്യം രണ്ടാമത്തെ ഒരു കാര്യം നമ്മളെ പറയാനുള്ളത്. ഞാനങ്ങനെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മന്ത്രിമാരെ ഒക്കെ ക്ഷണിച്ചതാണ്. അവർക്കൊക്കെ ആ സമയം വ്യത്യസ്തങ്ങളായ പരിപാടികളായതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞു വിചാരിച്ചില്ല. നമ്മുടെ ഏറ്റവും ബഹുമാനായ നമ്മുടെ ഈ ബ്ലോക്കിന് ഏറ്റവും ഉന്നതനായ തന്നെ ഒരു നേതാവ് നമ്മുടെ രാജൻ വളരെ എളിമയോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറാണ്. ഇന്ന് വളരെയേറെ തിരക്കുണ്ട്. നമുക്കറിയാം, ജില്ലയിലെ മന്ത്രിയുടെ വിവിധ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. എൻഡോസൾഫാൻ പരിപാടി അവിടെയുണ്ട്. അവിടെയൊക്കെ പോകേണ്ടതാണ്. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനത്തിന് അഭിമുഖിക്കുവാനും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ബഹുമാന്യായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ പി രാജേട്ടന് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ